ഇനി തണ്ണിമത്തൻ വെച്ചിട്ട് എന്തൊട്ടപ്പം ഉണ്ടാക്കണമെന്നല്ല ആലോചിക്കുന്നത്. നമ്മൾ തണ്ണിമത്തനുള്ളിലെ ഭാഗം റെഡ് പോർഷനൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തൊണ്ടെടുത്തിട്ടാണ് നമ്മളിന്ന് മോരുകറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ നമ്മളതേ അതൊന്നും കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. അതേ തൊലി ഈ കനത്തിൽ നമ്മൾ ചെത്തിക്കളയണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. ഈ കഷ്ണം നന്നായി വേവുന്നവരെ തിളപ്പിക്കുക. അരപ്പിലേക്കായിട്ട് തേങ്ങയും നല്ല ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതുപോലെ നല്ല കട്ട തൈരാണ് എടുക്കുന്നത്. അൽമറായുടെയാണ്, ഇത് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മളത് നന്നായി സ്മാഷ് ചെയ്ത് വെക്കുക, നല്ല ക്രീമി ആക്കി വെക്കുക. എന്നിട്ട് ഇത് നന്നായി വേവുമ്പോൾ ശരിക്കും നമ്മുടെ വെള്ളരിക്കയുടെയും കുമ്പളങ്ങയുടെയും ഒക്കെ ആ ഒരു ടെക്സ്ചറാണ്. ആ ഒരു വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ശേഷം നമ്മൾ ആ പച്ചമണം മാറുമ്പോൾ തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. താളിപ്പിനായിട്ട് നമ്മൾ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും കുറച്ച് ഉണക്കമുളകും ഒരു നുള്ളു മുളക് പൊടിയും ഞാൻ ഇടാറുണ്ട് കേട്ടോ. എന്ത് താളിപ്പിടുമ്പോഴും അത് ഇട്ട ശേഷം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കിടിലൻ മോരുകറി നല്ലൊരു ടെക്സ്ചറിൽ നല്ലൊരു അടിപൊളി തിക്കായിട്ട് റെഡിയാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.